ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ +1 ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് ചാപ്റ്ററായ ഫോംസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. അതിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ് എന്നതിനെക്കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇന്ന് നമുക്ക് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എടുത്താൽ തന്നെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. A sole proprietor enjoys considerable degree of freedom in decision making in business. Decision making is prompt because there is no need to consult others. Quick decision making and prompt action is very important for the success of a business. ഒരു സോൾ പ്രൊപ്രൈറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്നാൽ അതിനകത്ത് ഒരാൾ മാത്രമാണ് അതിൻ്റെ ഡിസിഷൻ എടുക്കാനും കാര്യങ്ങൾ നടപ്പാക്കാനും എല്ലാം ഉള്ളത്. അപ്പോൾ ഈ വൺ മാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം എടുക്കാനും അതിനെ ക്വിക്കായിട്ട് അതിൻ്റെ ആക്ഷൻ ചെയ്യാനും കഴിയുന്നത് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. കാരണം നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്ന പലതരത്തിലുള്ള ഫോം ഓഫ് ഓർഗനൈസേഷനുകളിൽ ഇതിൻ്റെ പല കാര്യങ്ങളും പറ്റുന്നുണ്ടാവില്ല. ആ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി മനസ്സിലാവും. നെക്സ്റ്റ് പോയിന്റ്, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? കാര്യങ്ങളുടെ സീക്രസി. അപ്പോൾ സോൾ ട്രേഡർ ഹാസ് no one to consult and no one to call to approve because he is the only owner of the business. He can take all the business decisions by himself. It enables him to maintain the complete secrecy about the business. അതുകൂടാതെ a sole trader is not bound by law, so he cannot publish his accounts. അപ്പോൾ അക്കൗണ്ട്സുകൾ പബ്ലിഷ് ചെയ്യേണ്ടാത്തത് കൊണ്ട് അയാൾക്ക് യാതൊരു രീതിയിലും പ്രോഫിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ലോസിനെ കുറിച്ചോ അസറ്റുകളെക്കുറിച്ചോ യാതൊന്നു കാര്യങ്ങളും പബ്ലിക്കിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സീക്രസിയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് സാധിക്കുന്നു. നെക്സ്റ്റ്, third one, direct incentives. A sole proprietor directly acquire the benefits of his effort. He is the sole recipient of the profit because he is the only owner of the business. അപ്പോൾ ഒരു ഓണർ ആയതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നെന്താണ്? പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടി വരുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആ ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എഫേർട്ടിൻ്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്രതിഫലം ആണ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഡയറക്റ്റായിട്ട് ഈ ആൾക്ക് കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് ദിസ് മോട്ടിവേറ്റ്സ് ഹിം ടു ബെയർ ദി റിസ്ക്. നെക്സ്റ്റ് പോയിന്റ്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഒരു സിംഗിൾ ഓണറായിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരു ആൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നു. അതുകൊണ്ട് പ്രതിഫലം കിട്ടുന്നത് കൂടാതെ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അത് നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം വേറെ ഫോം ഓഫ് ഓർഗനൈസേഷനുകളിൽ പല രീതിയിലും പല ആളുകളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരു സോൾ ട്രേഡർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും. അപ്പോൾ അത് വളരെ ഭംഗിയായി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സായി വളരുമ്പോൾ അയാളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് അക്കംപ്ലീഷ് ചെയ്യുന്നു.
നെക്സ്റ്റ് പോയിന്റ്, ഈസി ടു ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വളരെ ഈസി ആയിട്ട് തുടങ്ങാനും അത് നിർത്തണമെന്ന് അതിൻ്റെ ഓണർ എപ്പോൾ ആഗ്രഹിക്കുന്നോ അത് അപ്പോൾ സാധിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ഫീച്ചേഴ്സിൽ പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? ദർ ഈസ് നോ സെപ്പറേറ്റ് ലോ ദാറ്റ് ഗവേൺസ് ഇറ്റ്. അപ്പോൾ അതിന് പ്രത്യേക നിയമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനും അത് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാനും ഒരു സോൾ ട്രേഡർക്ക് കഴിയുന്നത്. അത് മറ്റ് സ്ഥാപനങ്ങളെ, മറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷനുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. സോ വി ക്യാൻ ഡിസ്കസ് ദി ലിമിറ്റേഷൻസ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ ലിമിറ്റേഷൻസ് നമുക്ക് തന്നെ ഊഹിക്കാം. എന്താണ് പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ? അത് സഫിഷ്യൻറ്റ് ഫണ്ടില്ല എന്നുള്ളതാണ്. എന്താണ് കാരണം? ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരാൾ മാത്രമാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ഹിസ് സേവിങ്സ്, പേഴ്സണൽ സേവിങ്സ് ആൻഡ് ബോറോയിങ്സ് ഫ്രം അതേഴ്സ്. Banks and lending institutions may hesitate to give long-term loan to sole proprietor. എന്തുകൊണ്ടാണ്? അത്ര ദീർഘകാലം ഇത് നിലനിൽക്കുമോ എന്നുള്ളതിൻ്റെ സംശയം. കാരണം ഒരു പേഴ്സൺ, ആളുടെ മാത്രം ബിസിനസ്സാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്തുള്ള ലോൺ കൊടുക്കുന്നതിനൊക്കെയുള്ള ലോങ് ടേം ലോണുകൾ കൊടുക്കുന്നതിനുള്ള ആ റിസ്ക് ഫാക്ടർ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്ന് വെച്ചാൽ ദി സ്കോപ്പ് ഓഫ് ഗ്രോത്ത് അത് ഇല്ലാതെയായിത്തീരുന്നു. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ വലിയൊരു ലിമിറ്റേഷൻ. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്താണ്? ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് കൺസേൺ ഓർ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ. എന്താണത്? In the eyes of law, sole proprietor and the business are one and the same. അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്ന കുഴപ്പം? The illness of a proprietor may lead to temporary closure of the business. അതുപോലെ തന്നെ ഡെത്ത്, ഇൻസോൾവൻസി എക്സെട്ര ഓഫ് ദി സോൾ പ്രൊപ്രൈറ്റർ വിൽ ലീഡ് ടു ദി എൻഡ് ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് പോയിന്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി. എ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. എന്തുകൊണ്ടാണ്? നമ്മൾ ഫീച്ചേഴ്സിൽ കണ്ടതാണ്, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരാൾ മാത്രമാണ് അതിൻ്റെ ഓണർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ലയബിലിറ്റി വഹിക്കേണ്ടി വരുന്നത് ഇയാൾ ഒറ്റയ്ക്കാവും. അപ്പോൾ ഇഫ് ദി ബിസിനസ് ഫെയിൽസ്, ദി പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് ദി സോൾ പ്രൊപ്രൈറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു പേ ദി ഡെറ്റ്സ്. ഏത് സാഹചര്യത്തിൽ? ദി ബിസിനസ് അസറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ്. അപ്പോൾ ബിസിനസ് അസറ്റ്സ് ആ സോൾ പ്രൊപ്രൈറ്ററുടെ കടങ്ങൾ വീട്ടാൻ തികയില്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. എന്താണ്? ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് ഒരു ബിസിനസ് നടത്തുന്നതിനുള്ള എല്ലാ കാര്യങ്ങളിലും അയാൾ ഒരു വിദഗ്ധനായിരിക്കണമെന്നില്ല. കാരണം ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് ചില കഴിവുകളുണ്ടാവാം, എന്നാൽ അയാൾക്ക് ചില കഴിവുകൾ ഉണ്ടായിരിക്കണമെന്നുമില്ല. അപ്പോൾ ഒരു മാനേജീരിയൽ എബിലിറ്റി എല്ലാ ഭാഗങ്ങളിലും അയാൾക്കുണ്ടാവണമെന്ന് ഇല്ല. അപ്പോൾ ചില സമയങ്ങളിൽ ഇത് ബിസിനസ്സിൻ്റെ ഒരു പാളിച്ചയായിട്ട് സംഭവിക്കാം. അപ്പോൾ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ചും അതിൻ്റെ ഡെഫിനിഷനെ കുറിച്ചും മീനിങ്ങിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് വരാവുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സ്റ്റേറ്റ് ദി ലയബിലിറ്റി ഓഫ് എ സോൾ ട്രേഡർ. എന്തായിരിക്കും? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുള്ളൂ. എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദി മീനിങ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ. എന്താണ്
Sole trading concern is a form of business organization which is owned, managed, controlled and directed by an individual who is the recipient of the profit and bearer of the risk. ഇത് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പഠിച്ച ഭാഗമാണ്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മീനിങ് ചോദിച്ചാൽ ഈ സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്. പക്ഷേ ഡെഫിനിഷൻ ചോദിച്ചാൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ തന്നെ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? അപ്പോൾ നമുക്കതിനകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ. ഈസ് ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്, 2 ബീയിങ് യുവർ ഓൺ ബോസ്, 3rd വൺ പ്രൈഡ് ഓഫ് ഓണർഷിപ്പ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോവ്. ഏതാവും? ഇതിലെ എല്ലാ ഘടകങ്ങളും നമുക്ക് അറിയാം എന്താണ് ഒരു സോൾ പ്രൊപ്രൈറ്ററിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇതിൽ 3 എണ്ണവും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? എക്സ്പ്ലെയിൻ ഇറ്റ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇതൊരു വലിയ എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എഴുതുക. അത് കഴിഞ്ഞ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ മീനിങ് എഴുതുക. അതായത് സോൾ ട്രേഡിംഗ് കൺസേൺ refers to a form of business organization which is owned, managed, direct, controlled by an individual who is the recipient of the പ്രോഫിറ്റ് ആൻഡ് ബെയർ ഓഫ് ദി റിസ്ക് എന്നുള്ള മീനിങ് എഴുതുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ലിമിറ്റേഷൻസും മെറിറ്റ്സും എഴുതുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ഫോം ഓഫ് ഓർഗനൈസേഷനുകളെക്കുറിച്ചും അതിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ചും പഠിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു.